ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആദ്യമേ തന്നെ തേപ്പിന് മുന്നേ വെട്ടിപ്പുളി കാര്യങ്ങളൊക്കെ ചെയ്ത് പൈപ്പ് ഇടുന്നത് അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് DB എവിടെ കറക്റ്റായിട്ട് നമ്മൾ വെക്കണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത്. DB നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്, അത്യാവശ്യം നമ്മൾ പവർ സർക്യൂട്ടും കാര്യങ്ങളും അതുപോലെ AC കാര്യങ്ങളൊക്കെ പോകുന്ന ഏരിയയിൽ നിന്നും ഏകദേശം റൂമുകളിൽ നിന്നും എല്ലാം വരുന്നത് ഒരു ഈക്വൽ അകലത്തിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈക്വൽ അകലം എന്ന് ഉദ്ദേശിച്ചാൽ റൂമുകളിൽ നിന്നും കിച്ചണിൽ നിന്നും ഒരു ഈക്വൽ അകലമാണെങ്കിലും ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ ഒരുപാട് വയറ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരുപാട് വയറ് കാര്യങ്ങളൊക്കെ ഇവിടേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം റൂമിലേക്ക് AC സർക്യൂട്ട് വരും, മെയിൻ സർക്യൂട്ട് വരും, ഹീറ്ററിൻ്റെ സർക്യൂട്ട് വരും, പിന്നെ കിച്ചണിൽ നിന്ന് പവർ സർക്യൂട്ട്സുകൾ വരും. ഇതെല്ലാം തന്നെ നമുക്ക് കൊണ്ടുവരാൻ എളുപ്പത്തിനും എന്നാൽ കൈകാര്യം ചെയ്യാൻ എളുപ്പത്തിനും വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത്യാവശ്യം എനിക്ക് തോന്നുന്ന ഒരു ഹാളിൻ്റെ ഏരിയയിൽ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഹാളിൻ്റെ ഏരിയയിലാണ്. അപ്പോൾ അത്യാവശ്യം പൈപ്പുകളെല്ലാം തന്നെ നമുക്ക് റൂമുകളിലേക്കും അത് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വയറിന് ഭയങ്കരമായിട്ടുള്ള പൈസ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. എന്നിരുന്നാൽ തന്നെ നമ്മൾ ഈ പറയുന്ന ലിവിങ് ഏരിയയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു വീടിൻ്റെ എൻഡായി പോകും. അവിടെ നിന്ന് നമുക്ക് ഈ പറഞ്ഞ സർക്യൂട്ടുകളിലേക്ക് എത്തിക്കാൻ വളരെയായിട്ട് വയറ് കാര്യങ്ങൾ കൂടുതലായിട്ട് വരും. ഇപ്പോൾ ആണെങ്കിൽ വയറിന് ഭയങ്കര റേറ്റുമാണ്. അപ്പോൾ ഹൈ എക്സ്പെൻസും കാര്യങ്ങൾ വരാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം DB സെലക്ട് ചെയ്തു. ഇനി അതിന് ശേഷം നമ്മൾ പോകുന്ന സർക്യൂട്ടുകളുടെ ഏരിയ അനുസരിച്ചിട്ട് പൈപ്പ് കാര്യങ്ങളുടെ എണ്ണം നമുക്ക് നിശ്ചയിക്കാം. സാധാരണ ലെവലിൽ ഒരു 3 ഫേസ് DB വെക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും നല്ലത്. നമ്മൾ 3 ഫേസിൻ്റെ കണക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ പോലും 1-2 AC ഒക്കെ വന്നു കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് 3 ഫേസ് കണക്ഷൻ ഭാവിയിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീണ്ടും പൊളിച്ച് നമുക്ക് 3 ഫേസിൻ്റെ DB വെക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ പൈപ്പ് കാര്യങ്ങളൊന്നും അതിനുള്ള ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നല്ലത് 3 ഫേസ് DB, എത്ര ചെറിയ വീടാണെങ്കിലും ഒരു 3 ഫേസ് DB ചെയ്ത് തരുന്നത് നല്ലതാണ്. വലിയ എമൗണ്ട് കാര്യങ്ങൾ കൂടുതൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. DBയും മീറ്റർ ബോക്സും ഒക്കെ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 10,000 രൂപ കൂടുതൽ ഈ പറഞ്ഞ പോലെ രണ്ടിനും കൂടി വരാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഇത് വേണമെന്ന് വെക്കുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് നമുക്കിത് വെട്ടിപ്പൊളിച്ച് വീണ്ടും മാറ്റി വയ്ക്കുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു 3 ഫേസ് DB സെലക്ട് ചെയ്യുക. 3 ഫേസ് DB സെലക്ട് ചെയ്ത് നമുക്ക് എവിടെ വെക്കണമെന്ന് തീരുമാനിക്കുക. അതിനുശേഷം വേണ്ട പൈപ്പുകൾ കറക്റ്റായിട്ട് ഒരു സൈഡിലേക്ക് ഒരു 4 പൈപ്പ്, ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു 4 പൈപ്പ് അല്ലെങ്കിൽ ഒരു 3 പൈപ്പൊക്കെയാണ് സാധാരണ നമുക്ക് ലെവലിൽ വരാറുള്ളത്. പിന്നെ മുകളിലേക്ക് അപ്സ്റ്റെയറിലേക്ക് പോകുന്നതിന് ഒരു 4 പൈപ്പ്, അങ്ങനെയൊക്കെയാണ്. 2 ബെഡ്റൂം മുകളിലുണ്ടെങ്കിൽ ഒരു 4 പൈപ്പ് മുകളിലേക്ക് 1 ഇഞ്ച് പൈപ്പാണ് ഉദ്ദേശിക്കുന്നത്, 25 mm. പിന്നെ 1 സൈഡിലേക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകുന്ന ഒരു 4 പൈപ്പ്, ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 4 പൈപ്പ്. അങ്ങനെ ആവറേജ് നോക്കുമ്പോൾ ഒരു 12-13 പൈപ്പുകളാണ് നോർമൽ ലെവലിൽ ഈ പറയുന്ന 3 ഫേസ് DBയിൽ നമ്മൾ വരാറുള്ളത്. അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഒരുപാട് ടൈറ്റ് ചെയ്ത് വയറ് വലിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പൈപ്പിൻ്റെ എണ്ണം കുറച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കറണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം LED കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും അതായത് ബൾബ് തെളിയുന്ന ഒരു അവസ്ഥ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് അത്യാവശ്യം പൈപ്പ് ഇട്ട് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം പൈപ്പ് ഇട്ട് വയറുകളെല്ലാം ഭയങ്കര തിക്ക് വരാത്ത രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഓരോ റൂമുകളിലേക്ക് സെപ്പറേറ്റ് പൈപ്പുകൾ കൊണ്ടുപോവുക. കിച്ചണിലേക്ക് നമുക്ക് 2 പൈപ്പ് കൊണ്ടുപോകാം. അപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ലൈറ്റ് പോയിൻ്റ് ആവശ്യമുണ്ടെങ്കിൽ ഒരു 4-4 ജംഗ്ഷൻ വെച്ച് കൊടുക്കുക. 4-4 വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പണ്ടത്തെ രീതിയിലുള്ള ജംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പണ്ടത്തെ രീതിയിലുള്ള ജംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നീട് നമ്മൾ വയറ് വലിക്കുന്നതിനൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടാണ് വരുന്നത്. കാരണം ഒറ്റ പൈപ്പ് മാത്രം അതിനകത്ത് കയറാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ 2 പൈപ്പ് വരുന്ന രീതിയിലുള്ള ജംഗ്ഷൻ ആണെങ്കിൽ പോലും ഭയങ്കര റിസ്ക് ആയിരിക്കും നമുക്ക് വയറ് വലിച്ചുകൊണ്ട്. അപ്പം ജംഗ്ഷൻ 4-4 PVC ബോക്സ് നമുക്ക് കിട്ടും. അത് വെച്ച് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ വയറ് ഏത് സെക്ഷനിലേക്ക് വേണമെങ്കിലും പിന്നീട് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് വലിച്ച് ക്ലിയർ ചെയ്യാനും സാധിക്കും. അവിടെ നമുക്കൊരു പോയിൻ്റ് വേണമെങ്കിൽ ലൈറ്റ് പോയിൻ്റ് ആയിട്ട് യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അന്ന് നമുക്ക് ഭാവിയിലേക്ക് മെയിൻ്റനൻസ് വരുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാനും പിന്നീട് ഒരു വയറോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ വലിച്ചെടുക്കുന്നതിനും വേണ്ടിയിട്ട് വേണം നമുക്ക് ഈ പറയുന്ന വീടുകളുടെ വയറിങ് കാര്യങ്ങൾ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇൻഡക്ഷൻ കറണ്ട് ഒഴിവാക്കാനുള്ള ടൈറ്റ് വയറിങ്ങും ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വയറിങ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത്രയും പറയുമ്പോൾ തന്നെ വീഡിയോ ലെങ്തി ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് അറിയണം, ഓരോ സെക്ഷനിലേക്ക് എങ്ങനെ പോകുന്നതെന്നൊക്കെ അറിയണം താല്പര്യം, തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്കൊരു ഡീറ്റെയിൽ വീഡിയോ ഓരോ സെക്ഷനായിട്ട് തിരിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഓക്കെ.